എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള അതായത് BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/scheme 2026/ എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഫൈനൽ കാറ്റഗറി ലിസ്റ്റ് ആർക്കിടെക്ചർ കോഴ്സിൻ്റേത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത ശേഷം കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാൻഡറ്ററി റിസർവേഷൻ കാറ്റഗറി ലിസ്റ്റ്, സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ലിസ്റ്റ്, മൈനോറിറ്റി റിസർവേഷൻ കാറ്റഗറി ലിസ്റ്റ്, അതുപോലെ ഇൻഡർസി മെറിറ്റ് ഫോർ ദ സ്പോർട്സ് ഓർ NCC കോട്ട, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ മാൻഡറ്ററി റിസർവേഷൻ കാറ്റഗറി ലിസ്റ്റാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ടോട്ടൽ 17 പേജേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ EO വിഭാഗത്തിലുള്ള ആ ഒരു വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്കാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 1, 2, 3 എന്നിങ്ങനെ നിങ്ങൾക്ക് ആ ഒരു EO വിഭാഗത്തിൽ റാങ്ക് കൊടുത്തത് കാണാൻ പറ്റും. ആ ഒരു റാങ്ക് എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ് നിങ്ങളുടെ ഈ ഒരു കാറ്റഗറി വിഭാഗത്തിലെ റാങ്ക് എന്ന് പറയുന്നത്. അതിനിപ്പുറത്ത് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത് അത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിൻ്റെ മെയിൻ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ്, അതാണ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേ രീതിയിൽ നോക്കുന്ന സമയത്ത് വിഭാഗത്തിലേത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുസ്ലിം, അതുപോലെ തന്നെ ഇതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഓരോ വിഭാഗത്തിലും 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ റാങ്ക് കൊടുത്തിടാം. നേരത്തേത് വിഭാഗത്തിലാണെങ്കിൽ ഇത് മുസ്ലിം വിഭാഗത്തിലേതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇതിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വിദ്യാർത്ഥികൾ വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഡീറ്റെയിൽസ് അതായത് അപേക്ഷയിൽ വന്ന മെമ്മോ ഡീറ്റെയിൽസ് കറക്റ്റ് ആക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഉണ്ട്. അതുപോലെ തന്നെ ധീവർ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ രീതിയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികളുടെയും ഇതേപോലെ അതിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് ഇതേപോലെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് നോക്കുക. അതുപോലെ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറി റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസർവേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, അതായത് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതി വരെയാണ്. നിങ്ങൾക്ക് ജൂലൈ 16-ാം തീയതി രാത്രി 11:59 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ ശാസ്ത്രീയ ആർക്കിടെക്ചർ കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്കുള്ള പ്രത്യേക സംവരണം ഈ ഒരു സംവരണം ആ ഒരു സീറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ ശാസ്ത്ര കോളേജിൽ ഫീസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ കൂടെ ക്ലിക്ക് ചെയ്ത് അവരുടെ പേജിൽ പ്രവേശിച്ച് കമ്മ്യൂണിറ്റി കോട്ട പ്രൊഫോമ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന പ്രൊഫോമയുടെ പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ട ശേഷം ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം 17/2026 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി കോളേജ് അധികൃതരുടെ മുമ്പാകെ ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പട്ടിക കോളേജ് അധികൃതർ 17/2026 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ ഓരോ കോളേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 2ാം ഘട്ട അലോട്ട്മെൻറ്റിനായി ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന അവസരത്തിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളിലെ മൈനോറിറ്റി സീറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ മുകളിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ മാത്രമേ പ്രസ്തുത കോഴ്സിലേക്ക് മേൽപ്പറഞ്ഞ കോട്ട സീറ്റിലേക്ക് അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുള്ളൂ. മുകളിൽ പറഞ്ഞിരിക്കുന്ന കോളേജിലെ മൈനോറിറ്റി കോട്ട സീറ്റിലേക്കും ഉള്ള അലോട്ട്മെൻറ്റിന് മാത്രം ബാധകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള കോളേജ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വകാര്യ ശാസ്ത്ര കോളേജുകളുടെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലാകെ ഒരു കോളേജ് കൊടുത്തിട്ടുണ്ട്. അത് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഏതോ ഒരു കോളേജാണ്, അത് കൊല്ലത്തുള്ള ഒരു കോളേജാണ്. അപ്പോൾ അവിടെ അതിൻ്റെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഏത് കമ്മ്യൂണിറ്റി വിഭാഗത്തിലാണ് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് കിട്ടുക എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ലാത്തിൻ കത്തലിക്കാണ്. അതുപോലെ തന്നെ അടുത്ത 2ാമത്തെ കോളേജ് എന്ന് പറയുന്നതും ഇതേപോലെ ലാത്തിൻ കത്തലിക്കാണ്. അതുപോലെ 3ാമത്തേത് MES കോളേജ് ഓഫ് ആർക്കിടെക്ചർ കോഴിക്കോട്, അത് മുസ്ലിം വിഭാഗത്തിലാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി കൃത്യമായിട്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള
ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ce.kerala.gov.in/scheme2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്കിവിടെ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സസ്, അതെല്ലാം ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതേപോലെ സെക്കൻഡ് ഫേസ് ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞുള്ള അവിടെ ഫസ്റ്റ് ഫേസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ആർക്കിടെക്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലെ വിജ്ഞാപനം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 8650 രൂപയെ ഫീസ് ഉള്ളൂ. എന്നാൽ മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജൊക്കെ ആണെങ്കിൽ ഫീസ് കൂടുതലായിരിക്കും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പല കോളേജിലും പലതരത്തിൽ ഫീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഗവൺമെൻറ് അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് കോളേജൊക്കെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആദ്യത്തെ ലിസ്റ്റിൽ ടോട്ടലായിട്ട് 4 കോളേജാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുള്ളതൊക്കെ സെൽഫ് ഫിനാൻസ് കോളേജാണ്. ആകെ 4 കോളേജേ ഉള്ളൂ ഗവൺമെൻറ് കോളേജായിട്ട്, ബാക്കിയൊക്കെ സെൽഫ് ഫിനാൻസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ കോളേജിലും എത്ര വീതം ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത്, അതായത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ പേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, ഇതിനു മുമ്പ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 2000 രൂപയോ 500 രൂപയോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടച്ച ശേഷം നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ പോകാവുന്നതും അവിടെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോളേജ് കോഴ്സുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോളേജ് കോഴ്സിൽ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതും എന്നിട്ട് സേവ് ചെയ്ത് പിന്നീട് അതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 17-ാം തീയതി പ്രൊഫഷണൽ അലോട്ട്മെൻറ്റും ജൂലൈ 19-ാം തീയതി മെയിൻ അലോട്ട്മെൻറ്റും ജൂലൈ 20 മുതൽ 24 വരെ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.